ഹലോ ഗേയ്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ അതേ ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് പുറത്തു പോവുകയാണ്. കോസ്കോയിലേക്കാണ് പോണത്. കോസ്കോ എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു സൂപ്പർ മാർക്കറ്റാണ്. ഹോൾസെയിലായിട്ട് സാധനങ്ങളൊക്കെ കിട്ടണ ഒരു വലിയ സൂപ്പർ മാർക്കറ്റ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ എന്തായാലും ഒന്ന് പോകണമല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് അവിടെ എന്തൊക്കെയാണ് കാഴ്ചകളെന്ന് നോക്കാട്ടോ. പൂട്ടിയാ റാസേ? കൂട്ടിയാ? അപ്പോൾ അതേ പുറത്ത് വന്നപ്പോഴത്തേന് നല്ല തണുപ്പിട്ടാ, നല്ല തണുത്ത കാറ്റ്. ഞാൻ കോട്ടൊക്കെ എടുത്തിട്ടുണ്ട് കയ്യിലൊരു സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്. ഇവരാരും കോട്ടൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇവർക്ക് തണുപ്പൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. എനിക്കെന്തോ തണുപ്പൊന്നും അത്ര പറ്റണമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഊബറിനാണ് കേട്ടോ പോണത്. അപ്പോൾ നേരെ ആദ്യം തന്നെ ലഞ്ച് കഴിക്കണം, എന്നിട്ടാണ് നമ്മളിനി കോസ്കോയിലേക്ക് പോകുള്ളൂ. അപ്പോൾ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഊബറിന് വേണ്ടി ഇനി വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതേ നമ്മൾ നേരെ അതേ ഇവിടെ ഓഫീസുണ്ട്, അങ്ങോട്ടാണ് പോണേ. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പ്രിൻ്റ് എടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങോട്ട് പോണത്. അപ്പോൾ ഈ പിള്ളേർക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ വാക്സിനേഷനൊക്കെ എടുത്തായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ കുറച്ച് പേപ്പറും കാര്യങ്ങളും പിന്നെ ഇനി കുറച്ച് ഡോക്ടറിനെ കൊണ്ട് ഫില്ല് ചെയ്യിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇനി നമ്മൾ പ്രിൻ്റ് എടുത്തിട്ട് ആ ക്ലിനിക്കിൽ കൊണ്ടുപോയി ഡോക്ടർക്ക് കൊടുക്കണം. അങ്ങനെ ഇപ്പോൾ ഇവിടെ പ്രിൻ്റ് എടുക്കാനാണെങ്കിൽ ഇവിടെ 2 മണി 3 മണി വരെയൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഇവിടെ അതൊക്കെ ക്ലോസ് ചെയ്യും. ഇപ്പോൾ എന്തോ 2 മണിയായി തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ നമ്മളവിടെ ചെല്ലുമ്പോഴത്തേനും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഓഫീസിൽ എന്തോന്ന് നോക്കാൻ വേണ്ടി പോവാം. നല്ല തണുത്ത കാറ്റ്. അപ്പോൾ ഈ കാണുന്നതാണ്ടാ, ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ഓഫീസ്. അപ്പോൾ അതിനോട് ചേർന്ന് തന്നെ ചെറിയൊരു സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അതൊക്കെ ഞാൻ ഇനി പിന്നെ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ചതല്ലേ ഇത്. അപ്പോൾ ഇതാണ് ഓഫീസ്. നമ്മളൊരു തവണ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് രാത്രിയിൽ. അപ്പോൾ പകൽ കാണാം. ഇതിൻ്റെ ഉള്ളിൽ കയറിയാൽ പിന്നെ തണുപ്പില്ല കേട്ടോ. ഓ ചൂടായി. അടിപൊളി. ഇതാണ് ഒരു ഓഫീസ്. കണ്ട പിന്നെ ഇവിടെ ഇരിക്കുക കേട്ടോ. ഇത് കണ്ടില്ലേ, നമ്മൾ കഴിഞ്ഞ ദിവസം ഇരുന്നിട്ടുണ്ടായിരുന്നു രാത്രിയിൽ വന്നപ്പോൾ. റീഡ് ചെയ്യാനുള്ള സംവിധാനം. ചുമ കുത്തുന്നു. ഞങ്ങളിവിടെ ലിവിങ് റൂമിൽ കയറിയിരുന്നു. എൻ്റെ പൊന്നെ, നിസാറ് അവിടെ പ്രിൻ്റ് എടുക്കാനുള്ള സംവിധാനം ഉണ്ടെന്ന് തോന്നണം. അപ്പോൾ അങ്ങോട്ട് പോയേക്കുക. അപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ ഓടിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. ചുമ കുത്തിട്ട് വയ്യ. ഇതാണ് കടന്നു വരുന്ന ഭാഗം. അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരുപാട് ഇങ്ങനെ സീറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. ഇത് വേണ്ട റെസ്റ്റോറൻറ്റിലൊക്കെ ഇരിക്കില്ലേ അതുമാതിരി. പിന്നെ ഇവിടെ സെറ്റിയൊക്കെ ഉണ്ട്. അത് അത് ഒറിജിനലാണോ കാണുന്നത്? ഒറിജിനലാണോ? ഓക്കെ. പിന്നെ ഇവിടെ കുറേ ബുക്കുകളൊക്കെ ഉണ്ട്. ഇത് വായിക്കാനാണോ എടുക്കാനാണോ വെറുതെ വാങ്ങിക്ക് വെച്ചേനാണോ എന്നൊന്നും അറിയില്ല. ആണല്ലേ? ശരിയാ, അവിടെ കുറേ ബുക്കുകളൊക്കെ വെച്ചിട്ടുണ്ട്. ടി വി ഒക്കെ ഉണ്ട് കേട്ടോ, നമുക്ക് വേണമെങ്കിൽ ഓണാക്കാം. പിന്നെ അതേ ഇവിടെ ഒരു ഡൈനിങ് ടേബിൾ ഏരിയ ഉണ്ട്. ഇവിടെ കുറേ മത്തിക്കുപ്പികളൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് വെറുതെ ഷോയ്ക്ക് വെച്ചാണെന്ന് തോന്നണം കണ്ടിട്ട്. അയ്യോ, അങ്ങനെ നല്ല ഭംഗിയുണ്ടല്ലേ കിച്ചൺ കാണാൻ. നല്ല കിച്ചണല്ല, ഇങ്ങനെ ഡൈനിങ് ഏരിയ പോലെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് നോക്കി, സിങ്ക് നോക്കി. അയ്യോ എന്ത് സ്മോളല്ലേ, നല്ല ഭംഗിയുണ്ട്. അപ്പം ഇതാണ് ഇവിടുത്തെ എന്താ പറയുക, എന്തോ സാധനമല്ലേ, എന്തോ റൂം. ഇവിടുത്തെ ആളുകൾക്കൊക്കെ ഇങ്ങനെ വന്നിരുന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു റൂം. അത്രേ എനിക്കറിയാവുള്ളൂ. പിന്നെ വേറെ എന്താണ്, പിന്നെ ഈ പ്രിൻറ്റിങ് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഊബർ ബുക്ക് ചെയ്തിട്ട് പോകാനായിട്ട്. അപ്പോൾ അത് കൊണ്ടുപോയിട്ട് നമുക്ക് ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ആ ഡോക്ടറെ അടുത്ത് പോയി ഫില്ലൊക്കെ ചെയ്യണം. എന്നാലേ നമുക്ക് സ്കൂളിന് അഡ്മിഷനൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മൾ ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങി കേട്ടോ. ഈ റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴാണ് ഇവിടെ പ്രിൻ്റ് ചെയ്യണ സെക്ഷൻ
പിന്നെ ഇവിടെ ജിമ്മ് വേണ്ട, നമുക്ക് ജിമ്മിലൊക്കെ വന്ന് എക്സസൈസ് ചെയ്യാം. ഇവിടെ താമസിക്കുന്നവർക്ക് മാത്രം ഉള്ളതാണ്. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴാണ് ഇവിടെ പൂള് ഇപ്പോൾ ക്ലോസ് ചെയ്ത് വെക്കുക. കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കാലാവസ്ഥ അതിന് പറ്റിയതല്ലല്ലോ. നല്ല വലിയ പൂളാട്ടോ, വേണ്ട നല്ല വലിയ ഒരുപാട് സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ക്ലോസ് ചെയ്തേക്കണ നമുക്ക് ഉള്ളിലേക്ക് കയറി വീഡിയോ എടുക്കാൻ പറ്റില്ല. വേണ്ട, ഈ ഓഫീസ് റൂമിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വരും. പിന്നെ അവിടെ ചെറിയൊരു പാർക്കുണ്ട്. വേണ്ട, അതല്ലേ പാത്തു കഴിഞ്ഞ ദിവസം കയറിയ പാർക്ക്. നമുക്കൊന്ന് ജസ്റ്റ് നോക്കിയിട്ട് വരാം. അതെ, ആളുകളൊക്കെ ഇരിപ്പുണ്ട്. പിള്ളേരൊക്കെ ഇരിപ്പുണ്ട് ഇവിടെ. പേര് കണ്ടോ, കുഞ്ഞു പാർക്കല്ലേ. ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. നമുക്ക് വേഗം ലിവിംഗ് റൂമിൽ തന്നെ പോയിരിക്കാം. അപ്പോൾ ഞങ്ങൾ വീണ്ടും ലിവിംഗ് റൂമിലെത്തി. പിന്നെ ഊബറിന് വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ അപ്പാർട്ട്മെൻറ്റിൽ ഒരുപാട് പാർക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ജസ്റ്റ് ഒരെണ്ണം മാത്രം ഉണ്ടാകും ഞാനിപ്പോൾ കാണിച്ചോളൂ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ എല്ലാ ഇതും നോക്കിക്കേ, എഴുത്തൂത്തിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ ബ്രെയിൻ ലിപിയിലും കൂടി എഴുതിയിട്ടുണ്ട് കേട്ടോ. അതിവിടെ മാത്രമല്ല കേട്ടോ, നമുക്ക് എവിടെ പോയാലും നമുക്ക് അങ്ങനൊരു ഇത് കാണാൻ പറ്റും. ഈ കണ്ണ് അറിയാൻ പാടില്ലാത്തവരുടെ ഭാഷയിൽ, അപ്പോൾ അവർക്കും കൂടി മനസ്സിലാവുന്ന രീതിയിൽ അവരെല്ലായിടത്തും ആ ഭാഷയും കൂടി എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്തേക്ക് നോക്കിയപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ. ഇങ്ങനെ ഈ സമയങ്ങളൊക്കെ ആകുമ്പോൾ ഇവിടെ ഫുൾ ടൈം ഇങ്ങനെ ആളുകൾ ഇങ്ങനെ പിള്ളേരെയൊക്കെ ആയിട്ടും ഒറ്റയ്ക്കുമൊക്കെ ഇങ്ങനെ നടക്കണത് നമുക്കിങ്ങനെ കാണാൻ സാധിക്കും കേട്ടോ. നല്ല കാഴ്ചകളാണ്. ചിലപ്പോൾ ഫാമിലി ആയിട്ടായിരിക്കും, ചിലപ്പോൾ പട്ടിക്കുട്ടീനായിട്ട്, അങ്ങനെയൊക്കെ പല രൂപത്തിൽ കാണാം. അതിനതേ നമ്മൾ ഊബറൊക്കെ വന്നു, നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ പോണത് ഫുഡ് കഴിക്കാനാണ്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് കൊടുക്കുക, കമൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെ ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ വളരെ മനോഹരമായതാണ്. ഇപ്പോൾ പോരാത്തതിന് ഇങ്ങനെ ആകെ പൂക്കളും പിന്നെ ഇലകളൊക്കെ വന്നപ്പോൾ കൂടുതലും ഭംഗിയായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട്. മുമ്പ് ഇത്രയും ഇലകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം നല്ല രസമായി. പുറത്തേക്കൊക്കെ നോക്കുമ്പോൾ നമുക്ക് വീഡിയോ എടുത്തു പോകും കേട്ടോ. അത്രയ്ക്ക് മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കാണാനുള്ളത്. അപ്പോൾ ഇങ്ങനെ ഓരോരോ വീടുകളാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ. അപ്പോൾ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിനോട് ചേർന്ന് തന്നെ ഇങ്ങനെ ഒരുപാട് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ, മുട്ടി. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് റെസ്റ്റോറൻറ്റ്, ഒരു ചൈനീസ് റെസ്റ്റോറൻ്റാണ്. ഇത് ഇത്തിരി ദൂരെയാണ്, കോസ്കോൻ്റെ അടുത്തുള്ള റെസ്റ്റോറൻറ്റിലല്ല കേട്ടോ നമ്മളിപ്പോൾ പോണത് വേറെ ഒരു റൂട്ടിലുള്ള റെസ്റ്റോറൻറ്റിലേക്കാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ആ ഒരു ഭാഗത്തൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളങ്ങനെ റെസ്റ്റോറൻറ്റിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇതൊരു ചൈനീസ് റെസ്റ്റോറൻ്റാണ്. ഇന്നത്തെ നമ്മുടെ ലഞ്ച് ബൊഫേ ആണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചാണ് നമ്മളിപ്പോൾ വന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് ഐറ്റംസുകളൊക്കെ ഉണ്ട്, ഞാനതെല്ലാം കാണിക്കാം. അപ്പോൾ പതിവ് പോലെ തന്നെ റെസ്റ്റോറൻറ്റിൽ കയറി അവർ പറയണ സീറ്റിൽ തന്നെ നമ്മൾ ഇരിക്കാൻ പോവാം കേട്ടോ. അപ്പോൾ അവർ പോണ വഴിയിലൂടെ അവരെ ഫോളോ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇഷ്ടത്തിനൊന്നും അങ്ങനെ ഇരിക്കാനൊന്നും പറ്റില്ലല്ലോ, മുമ്പേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിൽ നമ്മുടെ ആളെണ്ണ അനുസരിച്ചുള്ള സീറ്റ് അവർ തരും, അങ്ങനെയാണ് നമ്മൾ ഇരിക്കേണ്ടത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു സീറ്റൊക്കെ കിട്ടി. മുമ്പേ ഒരു ലേഡി പോകുന്നുണ്ട്, അങ്ങനെ അവർ പറയണ ആ സീറ്റിലാണ്ടോ നമ്മൾ ഇരുന്നത്. അപ്പോൾ ഇനി ഫുഡിലേക്ക് കിടക്കുമ്പോൾ ഫസ്റ്റ് തന്നെ കാണുന്ന ഇതൊരു കൗണ്ടറാണ് കേട്ടോ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് ഈ എന്താ പറയുക പച്ചനയായിട്ടുള്ള കുറേ ഫിഷുകളും ചെമ്മീൻ, പിന്നെ അതുപോലെ ക്രാബ്, പിന്നെ ചിക്കൻ, ബീഫ്, വെജിറ്റബിൾ, ഇതൊക്കെ ഇങ്ങനെ കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിൽ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് അവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരത് നമുക്ക് ഇഷ്ടമുള്ള സോസൊക്കെ ഒഴിച്ച് നമുക്കത് ഫുഡാക്കി തരും കേട്ടോ. നമ്മൾ ഈ ദോശയൊക്കെ ലൈവായിട്ട് ചൂടൂലേ, അതുപോലത്തെ ഒരു സെറ്റപ്പ്. അപ്പോൾ പിന്നെ നമ്മൾ ഇങ്ങോട്ട് കിടക്കുമ്പോൾ ഫുള്ള് സ്റ്റാർട്ടറാണ്. ഒരുപാട് ഐറ്റംസുകളുണ്ട് കേട്ടോ, ചിക്കന്, ബീഫ്, പിന്നെ ഏറ്റവും കൂടുതലുള്ളത് സീ ഫുഡാണ് കേട്ടോ. സീ ഫുഡിൽ ക്രാബും പിന്നെ അതുപോലെ തന്നെ ചെമ്മീനും ആണ് കേട്ടോ ഒരുപാട് വെറൈറ്റീസ് ഉള്ളത്.
പക്ഷേ എങ്കിൽ വെറൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കണ രീതിയിലുള്ള വെറൈറ്റീസ് ഒന്നും കിട്ടൂല. ഇവരുടേതായ രീതിയിലുള്ള കുറേ ഇങ്ങനെ വെറൈറ്റി ഫുഡുകളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെ നോക്കി, ഇത് ക്രാബിൻ്റെ മീറ്റ് മാത്രമുള്ള ഒരു ഡിഷാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഫിഷിൻ്റെയൊക്കെ തന്നെ നമുക്ക് പേരറിയാത്ത ഒരുപാട് ഫിഷുകളൊക്കെ ഉണ്ട് കേട്ടോ ഇതിൽ. പിന്നെ അതുപോലെ ഇത് കണ്ടില്ലേ, ഇത് കക്കയാണ് കേട്ടോ. പിന്നെ ഒരുപാട് ചൈനീസ് വെറൈറ്റി ഫുഡുകളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. പക്ഷേങ്കിൽ അത്യാവശ്യം നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. നമുക്കങ്ങനെ കഴിക്കാൻ പറ്റാത്തതായിട്ട് ഉണ്ടായിരുന്നത് കുറേ സീ ഫുഡുകൾ നമുക്ക് ഈ പച്ചനയായിട്ടൊക്കെ തോന്നി. ചിലത് ഇങ്ങനെ പച്ചന തന്നെ എടുത്ത് വെച്ചിട്ട് കഴിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അതായത് ക്രാബ്, പിന്നെ അതുപോലെ ചെമ്മീൻ, അതൊക്കെ പച്ചന ചിലവർ കണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് കഴിക്കാൻ പറ്റാത്തതായിട്ടുള്ളത്. ബാക്കിയൊക്കെ തന്നെ എല്ലാം നമുക്ക് പറ്റണം അതേ ഫുഡുകളൊക്കെ തന്നെയാണ് കേട്ടോ. പല പല വെറൈറ്റി ആയിട്ട്. എനിക്ക് എല്ലാത്തിൻ്റെയും പേരൊന്നും അറിയില്ല കേട്ടോ, അതുകൊണ്ടോ ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാത്തത്. അപ്പോൾ ഈ ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ ഇത് കണ്ടില്ലേ, ഒരുപാട് ഐറ്റംസുകൾ. ബാക്കിലിരിക്കുന്നത് കുറേ പച്ച ഐറ്റംസുകളൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ സാലഡിൻ്റെയാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് ഇങ്ങനെ സെലക്ട് ചെയ്ത് നമുക്ക് തന്നെ സാലഡ് പോലെ ആക്കി കഴിക്കാൻ പറ്റും. അതിന് പറ്റിയ സോസും എല്ലാം അവിടെ ഉണ്ട്. പിന്നെ ഈ കാണുന്നതിൽ ഒരു സൈഡിലായിട്ട് പല ടൈപ്പ് ഫ്രൂട്ട്സുകൾ, പിന്നെ ഒരു സൈഡിൽ ഫുള്ള് മധുരം ഉണ്ടാ, അങ്ങനെ എന്താ പറയുക പുഡിങ് പോലത്തെ അങ്ങനെ കുറേ ഐറ്റംസുകളൊക്കെയാണ്. പിന്നെ ഇത് ഫുള്ള് കേക്കുകളാണ്, മധുര ഐറ്റംസുകളാണ് ഈ ഭാഗത്ത് മൊത്തത്തിലുള്ളത്. പിന്നെ അതുപോലെ നമ്മൾ കാണാത്ത സൈസ്, നമ്മൾ ആദ്യമായിട്ട് കാണുന്ന കുറേ വെറൈറ്റി ഫുഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം ഒന്നും ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പം തന്നെ ഒരുപാട് ഇങ്ങനെ നടന്ന് ടൈമായിട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ഫുഡ് കുറച്ചൊക്കെ എടുത്ത് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പതിവ് പോലെ തന്നെ അവർ കോളയൊക്കെ കൊണ്ടുവന്ന് നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ ബൊഫെ ആണെങ്കിലും നമ്മുടെ നാട്ടിലെ പോലെ നമുക്ക് ഒരുപാട് നേരമൊന്നും ഇരിക്കാൻ പറ്റില്ല കേട്ടോ. ഏകദേശം ഒരു 1.5 മണിക്കൂർ, അതിൽ കൂടുതലൊന്നും നമുക്ക് അവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഈ ഹോട്ടലിലെ റൂള്. അപ്പോൾ ഇത് നോക്കി ചെമ്മീൻ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ റാസ്. കുഴപ്പമൊന്നുമില്ല കേട്ടോ, അത്യാവശ്യം നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ഉപ്പൊക്കെ ഇട്ട് ഇങ്ങനെ പുഴുങ്ങി എടുത്തിട്ടുള്ള ഒരു ചെമ്മീനാണ്. കാണുമ്പോൾ നമുക്കൊരു പേടി തോന്നും. പക്ഷേ എങ്കിൽ നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ തലയും പാലും ഇതൊക്കെ കളഞ്ഞിട്ടല്ലേ ഉപയോഗിക്കുക. പക്ഷേ എങ്കിൽ ഇവരിത് മൊത്തത്തിൽ എടുത്തിട്ട് ഇങ്ങനെ ഉപയോഗിച്ച് എടുത്തേക്കും കേട്ടോ. എങ്ങനെയുണ്ടായിരുന്നു ഫുഡ്? നല്ലതായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങും കേട്ടോ. ഇനി നേരെ കോസ്കോയല്ലല്ല, വേറൊരു കടയുണ്ട് ഇവിടെ തൊട്ടടുത്ത്, കാണിച്ചു തരാം. ഇവിടെ നിന്ന് ഇറങ്ങട്ടെ. അപ്പോൾ നമ്മൾ കാണാത്ത ഒരുപാട് ഫുഡുകൾ ഇപ്പുറത്തെ സൈഡിലുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചില്ല. അപ്പോൾ എല്ലാം ഒന്നും ഓടി കിടന്ന് എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. അപ്പോൾ നമ്മളവിടെ നിന്ന് അങ്ങനെ ഇറങ്ങിയാണ്. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കടയുണ്ട് കേട്ടോ. അപ്പോൾ ഈ കടയാണ് റീസ്റ്റോർ. അപ്പോൾ റീസ്റ്റോർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ എന്താ പറയുക സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ കിട്ടുന്ന ഒരു കടയാണ് കേട്ടോ. അതായത് ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള ഫർണിച്ചറുകൾ, പിന്നെ അതുപോലെ പാത്രങ്ങൾ, അങ്ങനെ എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാനായിട്ട് പറ്റും. നിസ്സാര വിലയേ ഉള്ളൂ കേട്ടോ. അതായത് കണ്ടില്ല, ഡൈനിങ് ടേബിള്, അങ്ങനെ ഒരുപാട് ഫർണിച്ചർ ഐറ്റംസുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഈ നമ്മളെ പോലുള്ള ഇങ്ങനെ പുതിയതായിട്ട് വന്നേക്കണ ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ അവർക്കും പിന്നെ അല്ലാതെ ഈ അമേരിക്കൻസും അങ്ങനെ എല്ലാവരും വന്ന് ഇവിടുന്ന് വാങ്ങിക്കും ഈ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ. കാരണം പുതിയത് വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വിലയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ പഴയതിന് അത്ര വിലയില്ല കേട്ടോ. ചിലപ്പോൾ ലക്കിയായിട്ട് ചിലപ്പോൾ നമുക്ക് പുതിയത് തന്നെ ഉപയോഗിക്കാത്ത സാധനങ്ങൾ കിട്ടിയെന്നും വരും. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്റ്റോറാണ് ഇത്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊന്നും അങ്ങനെ വാങ്ങിക്കാനില്ല. എങ്കിലും ഇങ്ങനെ റെസ്റ്റോറൻറ്റിൽ വന്നപ്പോൾ ഇതിനോട് ചേർന്ന് ഇങ്ങനെ ഒരു കടയുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അങ്ങനെ വന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നോക്കിയേ, ഇതൊക്കെ ഇങ്ങനെ ഓരോരോ ടേബിളുകളും ഒക്കെയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. കണ്ടു കഴിഞ്ഞാൽ പുതിയതാണെന്നേ തോന്നുള്ളൂ കേട്ടോ. അതേ രീതിയിലാണ് അവർ എല്ലാം ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കണത്. നല്ലതായിട്ട് പോളിഷൊക്കെ ചെയ്ത് അടിപൊളി സെറ്റപ്പ് ആക്കിയിട്ടാണ് കേട്ടോ ഓരോന്നും അവരിങ്ങനെ വെച്ചേക്കണം. പിന്നെ അത് കൂടാണ്ട് ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറേ ഈ എന്താ പറയുക നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പല പല ഈ ഇതൊക്കെ ഇല്ലേ, ഓരോ എക്യുപ്മെൻറ്റ്സ്, സ്ക്രൂകൾ, ഓരോന്നിൻ്റെ പാർട്സുകൾ, അതൊക്കെയാണ് കേട്ടോ ആ ഭാഗത്തുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ലൈറ്റുകൾ അങ്ങനെ ഭംഗിക്ക് വേണ്ടിയിട്ട് വയ്ക്കൂലേ, അതൊക്കെ നമുക്ക് ഈ ഭാഗത്തുനിന്നായിട്ട് കിട്ടും. അങ്ങനെ ഓരോന്നിനും ഓരോ സെക്ഷനാണ് കേട്ടോ. അത്ര പുതിയത് പെർഫെക്റ്റായിട്ട് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എന്തായാലും ചിലപ്പോൾ സാധനങ്ങൾ വാങ്ങിയിട്ട് ഉപയോഗിക്കാതെ ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തവരും ഉണ്ടാവും കേട്ടോ. ഇങ്ങനെ ഉപയോഗിക്കാതെ അത്രയ്ക്ക് പെർഫെക്റ്റായിട്ട്. അല്ലാതെ പുതിയ സാധനങ്ങളൊന്നും ഇവിടെ അങ്ങനെ കാണൂല. എല്ലാ റീയൂസ്ഡ് ഐറ്റംസുകൾ തന്നെയാണ് ഈ ഷോപ്പിലുള്ളത്. ഇതൊക്കെ നോക്കി, ഇതൊക്കെ ഗ്ലാസ്സുകളൊക്കെയാണ് കേട്ടോ, പാത്രങ്ങൾ, അതൊക്കെയാണ് ഈ ഭാഗത്തായിട്ടുള്ളത്. അപ്പോൾ ഇത് വാങ്ങിക്കാനായിട്ട് ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. നല്ല തിരക്കാണ്. പിന്നെ അതുപോലെ തന്നെ നല്ല പാത്രങ്ങളും ഉണ്ട് ഇവിടെ.
അപ്പോൾ ലക്കി ആണെങ്കിൽ ചിലവർക്ക് നല്ല ഐറ്റംസുകളൊക്കെ കിട്ടും കേട്ടോ. അതായത് ഈ അടിപൊളി പാത്രങ്ങളൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ കൊതിയാവും കേട്ടോ. ഇവിടുത്തെ ഓരോ പ്ലേറ്റുകളൊക്കെ കാണുമ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ അങ്ങനെ സ്റ്റീൽ പാത്രങ്ങളൊന്നും അല്ലല്ലോ ഇവിടെ ഉപയോഗിക്കാറ്. ഇവർ കൂടുതലും ഈ ചില്ല് പാത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഇത് കണ്ടില്ലേ, എല്ലാം നല്ല രസമുണ്ട്. ഈ ക്യാമറയിൽ ചിലപ്പോൾ അത്ര അങ്ങോട്ട് ഭംഗി തോന്നിക്കില്ല, പക്ഷേ എങ്കിൽ നല്ല ഭംഗിയാണ്. നല്ല പെർഫെക്റ്റോടു കൂടിയാണ് അവരത് ഓരോന്നും അറേഞ്ച് ചെയ്തേക്കണേ കേട്ടോ. അപ്പോൾ എല്ലാത്തിനും നല്ല ഓഫറുകളുണ്ട് കേട്ടോ, നല്ല വില കുറവുണ്ട്. പിന്നെ അതുപോലെ ഇത് കണ്ടില്ല, ഇതൊക്കെ ഓരോ ഷോ പീസുകളാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കണ്ണാടികൾ, അങ്ങനെ ഉള്ള ഒരുപാട് ഐറ്റംസുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിതിങ്ങനെ കുറേ ഉണ്ട് ഇങ്ങനെ നടന്ന്. അപ്പോൾ നമ്മളിങ്ങനെ നോക്കി നോക്കി ഏതാ നല്ലതെന്ന് വെച്ചാൽ അത് തിരഞ്ഞെടുത്ത് കണ്ടുപിടിക്കണം കേട്ടോ. അത് നല്ലൊരു മെനക്കെട്ട പണി തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഇതേ ഡ്രസ്സുകളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഡ്രസ്സുകളും വാങ്ങിക്കണ ആളുകളുണ്ട് ഇവിടെ. പിന്നെ അതുപോലെ തന്നെ ഈ തണുപ്പത്തിടുന്ന ജാക്കറ്റുകൾ അതൊക്കെ കിട്ടും കേട്ടോ ഇവിടുന്ന്. നമുക്ക് എന്ത് വേണമെങ്കിലും ഇവിടുന്ന് വാങ്ങിക്കാം. പിന്നെ അതുപോലെ കുട്ടികളുടെ കുറേ കളി സാധനങ്ങൾ, ഗെയിംസുകൾ, അങ്ങനെ എന്താ വേണ്ട എല്ലാ ഐറ്റംസുകളും നമുക്ക് ഇവിടെ കിട്ടും. അപ്പോൾ ഇതൊക്കെ ഓരോരോ ഫർണിച്ചറുകളൊക്കെയാണ് കേട്ടോ. ടി വി സ്റ്റാൻഡ്, ടേബിളുകൾ, സ്റ്റഡി ടേബിള്, വർക്കിംഗ് ടേബിള്, അങ്ങനെയുള്ള ഓരോ ഐറ്റംസുകളൊക്കെയാണ് കേട്ടോ. പിന്നെ ടീപ്പോയികൾ, പല ടൈപ്പ് സെറ്റുകൾ, അതിൻ്റെയൊക്കെ ഒറിജിനൽ വിലയും ഈ വിലയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മിക്ക ആളുകളും ഇവിടെ വന്നിട്ടാണ് കേട്ടോ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാറ്. പിന്നെ അതുപോലെ തന്നെ ശനി ഞായർ ദിവസങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ഡിസ്കൗണ്ട് കിട്ടും കേട്ടോ ഈ ഫർണിച്ചറിനൊക്കെ. അപ്പോൾ അതുകൊണ്ട് കാരണം വെച്ചാൽ അവർ ഇത് പെട്ടെന്ന് തന്നെ ഇത് വിറ്റഴിച്ചിട്ട് അടുത്ത സാധനങ്ങൾ ഇത് കൊണ്ടുവന്നതിന് മുമ്പ് പഴയത് വിറ്റഴിക്കണമല്ലോ. അതുകൊണ്ട് തന്നെ ഇവർ പെട്ടെന്ന് തന്നെ ഡിസ്കൗണ്ട് ഇട്ടിട്ട് എല്ലാ സാധനങ്ങളും പെട്ടെന്ന് തന്നെ ഇവർ വിറ്റഴിക്കും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ, ഇങ്ങനെ വള, മാല, അങ്ങനത്തെ ഒരുപാട് അങ്ങനത്തെ ഐറ്റംസുകളും ഇവിടെ അങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളങ്ങനെ കുറേ നേരം ചുറ്റി അടിച്ചതേ ഇപ്പോൾ നമ്മളവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇനിയിപ്പോൾ നേരം വഴുകി നമുക്ക് കോസ്കോയിലേക്ക് പോകണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം തന്നെ ഇറങ്ങി അങ്ങനെ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നേരെ കോസ്കോയിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഇത്തിരി ദൂരം ഉണ്ട് കേട്ടോ, ഒരു 3-4 കിലോമീറ്റർ ഉണ്ട്. അല്ല 3-4 ഒന്നുമില്ല, ഒരു 3 കിലോമീറ്ററോളം ഉണ്ട് കോസ്കോയിലേക്ക്. അങ്ങനെ നമ്മളിതേ ഊബർ വിളിച്ചു, കയറി അങ്ങനെ നേരെ ഇനിയിപ്പോൾ കോസ്കോയിലേക്ക്. അപ്പോൾ എന്താ പറയുക, ഇനിയിപ്പോൾ നമ്മൾക്ക് ഹസ്ബൻഡിന് ഈ ശനി ഞായർ അവധി കിട്ടുമ്പോഴാണ് കേട്ടോ നമ്മളിപ്പോൾ ഇങ്ങനെയുള്ള യാത്രകളൊക്കെ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇനിയുള്ള വീഡിയോകളിലൊക്കെ ഈ യാത്രകളൊക്കെ തന്നെയായിരിക്കും കേട്ടോ കാണിക്കുക. നമ്മൾ കേരളത്തിലുണ്ടായിരുന്ന പോലെ ഉള്ള ഒരുപാട് ഫംഗ്ഷനുകളും വിശേഷങ്ങളൊന്നും നമുക്ക് ഈ അമേരിക്കയിൽ ഉണ്ടാവില്ലല്ലോ. ഇവിടെ നമ്മൾ 4 പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒഴിവ് കിട്ടുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഇറങ്ങും, കാഴ്ചകളൊക്കെ കാണും. അതൊക്കെയാട്ടോ ഇവിടുത്തെ സന്തോഷം. അതുകൊണ്ടാട്ടോ നമ്മളിപ്പോൾ ഇങ്ങനത്തെ വീഡിയോകളൊക്കെ ഇടണത്. പിന്നെ ഫുഡ് കാര്യങ്ങളൊക്കെ നിങ്ങളെ ഇട്ട് കാണിക്കുന്നതിനേക്കാളും കൂടുതൽ ആളുകൾ ആഗ്രഹിക്കുന്നത് ഇവിടുത്തെ കാഴ്ചകൾ കാണാനാണല്ലോ. അതുകൊണ്ടാട്ടോ ഞാൻ ഇങ്ങനത്തെ വീഡിയോകൾ കാണിക്കണേ. അപ്പോൾ നമ്മളങ്ങനെ കോസ്കോയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വാതൊക്കെ തന്നെ നോക്കിയേ, ഒരു ചെടിയിൽ നിറച്ച് പൂക്കളാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ, പിങ്ക് കളറിൽ. എന്താ പറയുക, നല്ല രസമുണ്ടിട്ട് ഇങ്ങനെ പൂത്ത് നിൽക്കണം കാണാൻ. പൂ പറിക്കാവോന്നൊന്നും എനിക്കറിയില്ല, എന്തായാലും ഞാനും ഒരെണ്ണം പറിച്ചിട്ടാണ്. അതിന് സ്മെല്ലുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് പറിച്ചത്. പക്ഷേങ്കിൽ ഒരു മണവും ഇല്ല, പക്ഷേങ്കിൽ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഇവിടുത്തെ പൂക്കളിൽ അധികം മണമൊന്നുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മുടെ നാട്ടിലെ പോലെ റോസാപ്പൂവിനും മുല്ലപ്പൂവിനൊക്കെ ഒരു പ്രത്യേക മണമില്ലേ, അങ്ങനത്തെ ഒരു മണം ഇവിടെയൊന്നും ഒറ്റ പൂവിന് എനിക്ക് അങ്ങനെ കണ്ടില്ല കേട്ടോ. ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ ഈ പൂക്കളൊക്കെ ഇങ്ങനെ താഴെ വീണ് കിടക്കാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണല്ലേ. അങ്ങനെ നമ്മൾ കോസ്കോയുടെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ നോക്കിക്കണ്ടേ, വലിയ ചെടിത്തോട്ടം ഉണ്ടോ കാണുന്നത്. ഈ ചെടികളെല്ലാം തന്നെ ഇവിടെ ഇങ്ങനെ വിൽക്കാൻ വെച്ചേക്കണതാണ്. പൂക്കളൊക്കെ ഇങ്ങനെ നോക്കിക്കണ്ടേ, നല്ല രസമുണ്ട്. എനിക്ക് ഈ ക്യാമറ എവിടെ വെക്കണമെന്ന് അറിയില്ല കേട്ടോ. കാരണം വെച്ചാൽ എല്ലാ സൈഡിലും ഉണ്ട് ഇങ്ങനെ അതേ ചെടികൾ, പൂക്കളുള്ളതും പൂക്കളില്ലാത്തതും ഒക്കെ ഉണ്ട് കേട്ടോ. ചിലതൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതായിട്ടൊക്കെ സാമ്യമുണ്ട്, പക്ഷെ പേരൊന്നും എനിക്കറിയില്ല ഈ ചെടികളുടെ ഒന്നും. എന്തായാലും നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ അതുകൊണ്ട് ക്യാമറ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ വളഞ്ഞു കുത്തിയിരിക്കും കേട്ടോ. അങ്ങനെ വെട്ടിക്കലൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങളെന്നോടൊന്ന് ക്ഷമിക്കണം. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ആകെ ഒരു കൺഫ്യൂഷനായിരുന്നു കേട്ടോ. ഈ ഭാഗമൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തപ്പോൾ ഏത് എടുക്കണമെന്ന് ഒരു കൺഫ്യൂഷനായിരുന്നു. പിന്നെ എങ്കിൽ നമ്മൾ കാണാത്ത ഒരുപാട് വെറൈറ്റി ചെടികളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇതിലൊക്കെ പൂക്കളൊക്കെ കണ്ടില്ലേ, എന്ത് ഭംഗിയാണെന്ന് പറഞ്ഞാൽ കാണാനായിട്ട്. റോസാപ്പൂക്കളൊക്കെ എനിക്ക് തോന്നുന്നത് ഇവിടെ കട്ട കുത്തിയാണ് കേട്ടോ ഓരോ പൂക്കളും ഉണ്ടായേക്കണം. നമ്മുടെ നാട്ടിലെ പോലെ ഇങ്ങനെ ഒറ്റയായിട്ടുള്ള പൂക്കളൊന്നുമല്ല. ഇവിടെ എല്ലാ പൂക്കളും ഇത് നോക്കിയാൽ നല്ല കട്ട കുത്തിയാണ് ഉണ്ടായേക്കണത്. ഞാൻ ആദ്യം വിചാരിച്ചത് ഇതൊക്കെ പ്ലാസ്റ്റിക് ആണെന്നാണ് കേട്ടോ വിചാരിച്ചത്. കാരണം അതിൻ്റെ ആ രൂപവും ഇതൊക്കെ കാണുമ്പോൾ അങ്ങനെയാണ് തോന്നണേ. പക്ഷേങ്കിൽ നമ്മൾ അടുത്ത് എല്ലാം തൊട്ട് നോക്കുമ്പോൾ അറിയാം അതൊക്കെ ഒറിജിനൽ പൂക്കളാണ് കേട്ടോ.
അപ്പോൾ അതേ നമ്മളങ്ങനെ ഇതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ നല്ല വിശാലമായിട്ടുള്ള വലിയൊരു ഇതാണ് കേട്ടോ, ഷോപ്പാണ് കേട്ടോ ഇത്. നമുക്ക് എത്ര ഇത് നടന്നെത്തിയാലും എത്തൂല, എങ്കിലും കുറച്ച് കാഴ്ചകളൊക്കെ ഞാൻ ഇന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കടയുടെ പ്രത്യേകത ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇവിടെ സാധനങ്ങളൊക്കെ ഒരുപാട് വലിയ ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ കിട്ടുക, അതും ഹോൾസെയിൽ റേറ്റിൽ. അതുകൊണ്ട് തന്നെ ഈ ഷോപ്പുകളിലേക്കൊക്കെ ആളുകൾ കൂടുതൽ ഇവിടെ വന്നാണ് കേട്ടോ പർച്ചേസ് ചെയ്യണത്. പിന്നെ വീടുകളിലേക്കൊക്കെ ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് അത് ഓരോരുത്തരുടെ ആ ഓരോ ഇഷ്ടങ്ങൾ പോലെ ഇരിക്കും. ചിലവർ ചില സാധനങ്ങളൊക്കെ ഒരുപാട് ക്വാണ്ടിറ്റിയിലൊക്കെ വാങ്ങിച്ച് വയ്ക്കുമല്ലോ. അപ്പോൾ അതേ ഇത് കണ്ടില്ലേ, ഇതൊക്കെ ഷാമ്പൂ, പിന്നെ അതുപോലെ അതൊക്കെ ഐറ്റംസുകളാണ്. പിന്നെ ഇത് ഡ്രസ്സുകളൊക്കെ പക്ഷേങ്കിൽ ഓരോ സിംഗിൾ പീസ് തന്നെയായിട്ടാണ് കേട്ടോ കിട്ടണത്. അതൊക്കെ അങ്ങനെ കുഴപ്പമൊന്നുമില്ല, വലിയ ക്വാണ്ടിറ്റി ഒന്നും അല്ല കിട്ടണത്. പക്ഷേങ്കിൽ ചില ഐറ്റംസ്, ചിലതല്ല മിക്കതും വലിയ ക്വാണ്ടിറ്റിയിലാണ് കിട്ടുക. പിന്നെ അതേ ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ ഓരോ സ്പ്രേ ബോട്ടിലുകളാണ്. ഇതൊക്കെ വലിയ അളവിലാണ് കേട്ടോ കിട്ടണത്, ചെറിയ ബോട്ടിലൊന്നും അങ്ങനെ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ വാങ്ങിക്കാൻ പറ്റണവർ മാത്രമേ ഇങ്ങോട്ട് വന്ന് വാങ്ങിയിട്ടേ കാര്യമുള്ളൂ. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ ഇങ്ങനെ ചുറ്റിയടിച്ച് കുറേ ഐറ്റംസുകളൊക്കെ വാങ്ങിയായിരുന്നു കേട്ടോ. അപ്പോൾ അതേ ഇത് ലാപ്ടോപ്പുകൾ, അങ്ങനെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ കിട്ടുന്ന ഏരിയ ആണ്, TV അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ. അപ്പോൾ ഈ ഡ്രസ്സിൻ്റെ തന്നെ കുറേ ഏരിയ ഉണ്ട് കേട്ടോ. അപ്പോൾ ഡ്രസ്സിനൊക്കെ കുറച്ച് ഒരു ഡിസ്കൗണ്ട് പോലെയൊക്കെ തോന്നിയായിരുന്നു അത്യാവശ്യം. പിന്നെ നല്ല ഡ്രസ്സുകളും ആണ് കേട്ടോ അതൊക്കെ. പിന്നെ അതേ ഇതൊക്കെ പാത്രങ്ങളാണ്, ഓരോരോ ഡിന്നർ സെറ്റുകൾ, അതൊക്കെ ഇങ്ങനെ ഓരോ ബോക്സായിട്ടാണ്. അതൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടണ പോലെയൊക്കെ തന്നെയാണ് കേട്ടോ, ഇങ്ങനെ ഓരോ ബോക്സുകളും കാര്യങ്ങളൊക്കെ. ഇത് കണ്ടില്ലേ, ഇതൊക്കെ ഓരോ ബൗളുകൾ, ഇതൊക്കെ ഓരോ പെട്ടിയായിട്ടാണ് കേട്ടോ ഇങ്ങനെ കിട്ടണത്. നല്ല ക്വാണ്ടിറ്റിയിലാണെങ്കിലും അതെല്ലാം. പിന്നെ ഇതൊക്കെ ഇത് ബെഡ്, അതിൻ്റെയൊക്കെ ഒരു ഏരിയ ആണ്. ബെഡ്ഷീറ്റുകൾ, സെറ്റി, ആ ഒരു ഭാഗമൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ കുറേ വെജിറ്റബിൾ കിട്ടും, ഫ്രൂട്ട്സുകൾ, അതൊക്കെ ഇവിടെ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ കിട്ടും കേട്ടോ. പക്ഷേ എങ്കിൽ നമ്മൾ വെജിറ്റബിളൊക്കെ കിട്ടുമെന്നുള്ളത് അതൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതൊക്കെ വേണമെങ്കിൽ ഇന്ത്യൻ സ്റ്റോറിൽ തന്നെ പോകണം കേട്ടോ. അപ്പോൾ അതേ ഇങ്ങനെ നടക്കുമ്പോൾ അതേ ഇത് നോക്കിയേ, നമ്മൾ കാണാത്ത ടൈപ്പ് ഒരുപാട് ഐറ്റംസുകളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളതൊക്കെ കാണുമ്പോൾ തന്നെ ഇങ്ങനെ നോക്കി നിന്ന് പോകും. അപ്പോൾ അതേ ഇതൊരു ഷെഡ് പോലെ ഒരു ഇത് കണ്ടിട്ടോ, അതായത് ഇവരെ ഈ പുല്ല് വെട്ടണ ആയുധങ്ങളൊക്കെ വെക്കണ ഒരു റൂമാണ്. അപ്പോൾ അത് പോലും വിൽക്കാനായിട്ട് അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിലയായിട്ട് കാണുന്നത് $1000 കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ്. അപ്പോൾ അതേ ഇത് നോക്കി, ഇത് ഓറഞ്ചാണ്. അപ്പോൾ ഈ ഓറഞ്ച് ഇത്രയും ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ കിട്ടണത്. അതുപോലെ ഇത് അവക്കാഡോ, ഇതും ഇത്രയും ക്വാണ്ടിറ്റിയിലാണ് കിട്ടണത്. അതായത് ലൂസായിട്ടൊന്നും ഇവിടെ കിട്ടില്ല. പിന്നെ ഇത് ഏതോ ഒരു ഫ്രൂട്ടാണ് കേട്ടോ, ഇതിൻ്റെ പേരൊന്നും എനിക്ക് അത്ര അങ്ങോട്ട് അറിയില്ല. പിന്നെ അതേ ഇത് പീച്ചിങ്ങ. അപ്പോൾ ഇതൊക്കെ ഇത്രയും ക്വാണ്ടിറ്റിയിലാണ് കിട്ടണത്, ചെറിയ അളവിലല്ല. ഞാൻ പിന്നെ പറയണതാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഐറ്റംസുകളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഇത് ബേക്കറി ഐറ്റംസുകൾ, ഇത് ഫിഷിൻ്റെ ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ഫിഷുകൾ ഇതൊക്കെ കണ്ടില്ലേ, നമ്മുടെ നാട്ടിലെ ഫിഷ് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ ഇവിടെ. അത് മാത്രമേ എനിക്ക് ഇവിടെ ആകെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയുള്ളൂ. ഇതൊക്കെ എന്താ പറയുക, ചില നമ്മൾ അറിയണ ഫിലോപ്പി അങ്ങനത്തെ നെയ്മീനൊക്കെയാണ്, ചൂര. പക്ഷേ എങ്കിൽ അതൊക്കെ ഇങ്ങനെ തൊലി കളഞ്ഞിങ്ങനെ വച്ചേക്കണയാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ കണ്ടില്ലേ, ഇത് ചെമ്പല്ലിയാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് മീനുകൾ മാത്രമേ നമ്മുടെ നാട്ടിലേക്ക് കിട്ടുള്ളൂ കേട്ടോ. ആ ചെറുമീനുകളൊക്കെ കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ കേക്കിൻ്റെ സെക്ഷനാണ് കേട്ടോ. പല ടൈപ്പ് കേക്കുകൾ, അങ്ങനത്തെ ഒരുപാട് ഈ ബിസ്ക്കറ്റ് അങ്ങനത്തെയൊക്കെ ഏരിയ ആണ് കേട്ടോ ഇത്. പിന്നെ ഇത് കണ്ടില്ലേ, ഇതെല്ലാം ബിസ്ക്കറ്റുകളാണ് പല ടൈപ്പ്. പിന്നെ ഇത് നോക്കി, ഇത് ക്യാപ്സിക്കം ഉണ്ട്. പല കളറിലെ ക്യാപ്സിക്കം അവരൊരു പാക്കറ്റാക്കി വെച്ചേക്കണം. അപ്പോൾ ഇത് മുഴുവനായിട്ട് നമ്മൾ വാങ്ങിക്കണം കേട്ടോ. അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി. അതുപോലെ തന്നെ എല്ലാം ഇങ്ങനെ അവർ ഓരോ ബോക്സിൽ നോക്കിയത് തക്കാളിയാണ്. ഇത് നമ്മൾ ഉപയോഗിക്കുന്ന മോഡൽ തക്കാളി അല്ല കേട്ടോ, ഇത് വേറൊരു എന്തൊരു ഫാമിൽ നിന്നൊക്കെ കൊണ്ടുവന്ന മോഡലാണ്. പിന്നെ അതുപോലെ അതേ ഇത് കണ്ടില്ലേ, ഇതെല്ലാം ഇങ്ങനെ ഓരോ കിറ്റ് പോലെ ആക്കി വെച്ചേക്കും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പഴം ഒക്കെ വലിയ വലിയ ക്വാണ്ടിറ്റിയിലാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് പേരൊക്കെ ഉള്ള വീടുകളിലൊക്കെ ഇങ്ങനെ കുറച്ചൊക്കെ വാങ്ങാനല്ലേ പറ്റുള്ളൂ. ഒരുപാട് വാങ്ങിച്ചാൽ അതൊക്കെ പെട്ടെന്ന് ചീത്തയായി പോകുമല്ലോ. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നും വരില്ല. പിന്നെ ഇത് നോക്കി, ഇതൊരു വേറൊരു റൂമാണ് കേട്ടോ. ഈ റൂമിലേക്ക് എടുക്കുമ്പോൾ നല്ല തണുപ്പാണ്. ഇവിടെ ഇത്തിരി തണുപ്പ് കൂട്ടിയിട്ടേക്കാണ്. അപ്പോൾ ഇവിടെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ സ്ട്രോബെറി, അതുപോലെ തന്നെ മുന്തിരികൾ, പിന്നെ അതുപോലെ ഈ കുറച്ച് വെജിറ്റബിളൊക്കെ ഇങ്ങനെ ഇത് കണ്ടില്ലേ ബോക്സാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. ഇതൊക്കെ മുന്തിരിയുടെ ഐറ്റംസുകളാണ് കേട്ടോ. പിന്നെ ഈ വെജിറ്റബിൾ എന്നൊക്കെ പറഞ്ഞാൽ ഈ എന്താ പറയുക, ഈ സാലഡിനൊക്കെ ഉപയോഗിക്കൂലേ, അതുപോലത്തെ ഓരോരോ ഇത് കണ്ടില്ലേ, അതുപോലെ ഇലകൾ ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ ബോക്സാക്കി വെച്ചിട്ടുണ്ടാവും കേട്ടോ.
സീസർ സാലഡൊക്കെ ഉണ്ടാക്കാനൊക്കെ പറ്റിയത്. പിന്നെ ഇത് ഫുള്ള് കൂണുകളാണ് കേട്ടോ. പല 2 ടൈപ്പ് മഷ്റൂം ഉണ്ട്. അപ്പോൾ അത് രണ്ടും ഇതേമാതിരി ഇങ്ങനെ ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബ്രൊക്കോളി അങ്ങനെ അതൊക്കെ ഇങ്ങനെ ബോക്സിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് വൈറ്റ് കൂണാണ്. അങ്ങനെ ഒരുപാട് കൂടുതൽ ഇലകളാണ്. ഈ സാലഡൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഇലകളാണ് ഇവിടെ കൂടുതലായിട്ട് കാണാൻ സാധിക്കണത്. പിന്നെ ഇത് നോക്കിയേ, ഇത് കുഞ്ഞ് ക്യാരറ്റാണ് കേട്ടോ, ബേബി ക്യാരറ്റ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വലിയ ഇങ്ങനെ കിറ്റിലാക്കി വെച്ചേക്കാണ്, നന്നാക്കി ക്ലീൻ ചെയ്ത് വെച്ചേക്കും കേട്ടോ എല്ലാം. പിന്നെ ഇത് ബീൻസ്, ഇതെല്ലാം ക്ലീൻ ആക്കിയതാണ്, നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇത് ബേബി ക്യാബേജാണ് കേട്ടോ, ഞാനത് ആദ്യമായിട്ടാണ് കാണുന്നത്. അങ്ങനെ ഒരുപാട് നമ്മൾ കാണാത്ത കുറേ ഐറ്റംസുകളുണ്ട്. പിന്നെ ഇതൊക്കെ ഫ്രൂട്ട്സുകൾ ഇങ്ങനെ കട്ട് ചെയ്ത് ബോക്സിലാക്കി വെച്ചേക്കാണ്. ചിലത് മിക്സ് ചെയ്തും വെച്ചിട്ടുണ്ട്, ചിലത് ഓരോന്നായിട്ടും ബോക്സിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് വാങ്ങിക്കാം. പിന്നെ ഇതൊക്കെ ഓരോരോ ഫ്രൂട്ടുകളാണ് കേട്ടോ. അപ്പോൾ എനിക്ക് എല്ലാത്തിൻ്റെയും പേരൊന്നും അറിയില്ല. ഇത് ഡ്രാഗൺ ഫ്രൂട്ടാണ്. അങ്ങനെ ഇത് നോക്കിക്കണ്ടേ, ഇത് സാലഡിന് വേണ്ടിയിട്ടുള്ളതെല്ലാം ഒരു ബോക്സിൽ പലതായിട്ട് ഇങ്ങനെ വെജിറ്റബിൾ ട്രേ ആയിട്ട് ഇങ്ങനെ വെച്ചേക്കും കേട്ടോ. അങ്ങനെ ഒരുപാട് ഐറ്റംസുകളൊക്കെ ഉണ്ട്, എല്ലാം വലിയ ക്വാണ്ടിറ്റിയിലാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ നമുക്ക് മേടിക്കണവർക്ക് അങ്ങനെ വാങ്ങിക്കാം കേട്ടോ. പിന്നെ പെട്ടെന്ന് അത് ഉപയോഗിച്ചില്ലെങ്കിൽ ചീത്തയായി പോകുമെന്ന് വെച്ചാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മളങ്ങനെ ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങി. പിന്നെ ഈ ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ ഓരോരോ ഇങ്ങനെ ബിസ്ക്കറ്റുകളോ അങ്ങനെ എന്തൊക്കെയോ ആണ്, ഒരുപാട് ഐറ്റംസുകളുണ്ട് കേട്ടോ. എല്ലാം ഒന്നും ഞാൻ വീഡിയോയിലൊന്നും പകർത്തിയിട്ടില്ല, കുറേ എണ്ണത്തിൻ്റെ ഒന്നും പേരും എനിക്കൊന്നും അറിയില്ല കേട്ടോ. അങ്ങനെ നമ്മളങ്ങനെ നടന്ന് ഇപ്പോൾ നമ്മൾ എന്താ പറയുക, മീറ്റിൻ്റെയൊക്കെ ഭാഗത്തേക്കാണ് കേട്ടോ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇത് ബ്രെഡുകളൊക്കെയാണ്, ഇതൊക്കെ അപ്പോൾ ഇവിടെ ഉണ്ടാക്കി ഇങ്ങനെ വയ്ക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ലുലുവിലൊക്കെ കാണുന്ന പോലെ തന്നെ ഇങ്ങനെ ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്തൊക്കെ അവിടെ ഇങ്ങനെ വെക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഫുള്ള് ബീഫുകളാണ്, ഇങ്ങനെ ഓരോരോ ക്വാണ്ടിറ്റിയിൽ ഓരോരോ ഭാഗങ്ങളാണ് കേട്ടോ. അതായത് എല്ല് വേറെ ഇറച്ചി വേറെ അങ്ങനെയായിട്ട് അവരിങ്ങനെ ഓരോരോ ബോക്സിലാക്കി വെച്ചേക്കാണ്. പക്ഷേ എങ്കിൽ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ എല്ലാം വലിയ ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ വെച്ചേക്കണം. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ അത് എങ്ങനെയാണ് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എങ്കിൽ എല്ലാം നല്ല തൂക്കത്തിലാണ് കേട്ടോ ഇരിക്കണത്. അപ്പോൾ അത് നമുക്കത് എത്രത്തോളം ആവശ്യം വരും എന്നുള്ളത് അറിയില്ല. ചിലപ്പോൾ അത് ഒരു പോർഷനൊക്കെ വാങ്ങിയാൽ നമുക്ക് കുറേ ദിവസത്തേക്ക് കുറേ തവണ എടുക്കാനൊക്കെ ഉണ്ടാവും കുക്കിങ്ങിനായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു രീതിക്കാണ് കേട്ടോ കൂടുതലും ഈ റെസ്റ്റോറൻറ്റിലേക്കൊക്കെ ആളുകൾക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കൂടുതലും ഇങ്ങനെ വെച്ചേക്കണത്. അപ്പോൾ ഇത് നോക്കിയാൽ ചിക്കൻ ഇങ്ങനെ ഗ്രില്ല് ചെയ്ത് വെച്ചേക്കും കേട്ടോ, നമ്മൾ ഈ ലുലുവിലൊക്കെ കാണാറില്ലേ അതേപോലെ. എന്നിട്ട് അവരതിങ്ങനെ ബോക്സിലാക്കി അവിടെ വെക്കും. ഇത് കണ്ടില്ലേ, അപ്പോൾ നമുക്കതിങ്ങനെ വാങ്ങിക്കാം കേട്ടോ. അങ്ങനെ അത് റെഡിയാക്കി വെക്കുകയാണ്. പിന്നെ ഇത് മൊത്തം ഇങ്ങനെ സാലഡുകൾ മിക്സ് കണ്ടോ, ഇങ്ങനെ ചിക്കനും അതും ഇതൊക്കെ വെജിറ്റബിളൊക്കെ ഇങ്ങനെ ഓരോ ഇതായിട്ട് ഇങ്ങനെ ബോക്സിലാക്കി വെച്ചേക്കാണ്. നമ്മുടെ ഈ ലുലുവിലൊക്കെ ഫുഡ് കോർട്ടിൽ ചെല്ലുമ്പോൾ കാണൂലേ അതേപോലത്തെ ഇവരുടേതായ രീതിയിലുള്ള ഫുഡുകളാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ നമുക്കത് വേണമെങ്കിൽ അതങ്ങനെ വാങ്ങിക്കാം. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു സെക്ഷൻ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നോക്കിയ തണ്ണിമത്തൻ്റെയൊക്കെ വലിപ്പം കണ്ടില്ലേ, നമുക്ക് കാണുമ്പോൾ തന്നെ അത്ഭുതം തോന്നും കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ഈ മുട്ട പാല് അതിൻ്റെയൊക്കെ ഒരു സെക്ഷനിലേക്ക് വന്നേക്കുന്നുണ്ട്. അപ്പോൾ ഇത് റൂമാണ് കേട്ടോ. റൂമെന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പാണ്. നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ മരവിച്ച് പോണ രീതിയിലുള്ള ഒരു തണുപ്പാണ് കേട്ടോ ഈ ഒരു റൂമിലുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കയറി ഇറങ്ങി കേട്ടോ, നല്ലൊരു തണുപ്പാണ്. പിന്നെ ഇത് കണ്ടില്ലേ, മീറ്റുകളൊക്കെ ഇങ്ങനെ മസാല തേച്ച് വെച്ചേക്കണതും നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാനായിട്ട് സാധിക്കും കേട്ടോ. നമ്മുടെയൊക്കെ നാട്ടിലൊക്കെ ഇതേമാതിരിയൊക്കെ ഉണ്ടല്ലോ, അതേപോലെ തന്നെ ഒരു രീതി ഇവിടെയും ഉണ്ട്. പക്ഷേ എങ്കിൽ ആ മസാലയൊക്കെ നമുക്ക് എത്രത്തോളം ഇഷ്ടമാവുന്നൊന്നും നമുക്കറിയാൻ പാടില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ഒരുപാട് കൂടുതലും പാക്ക്ഡ് ഐറ്റംസുകളാണ് ഉള്ളത്. ഈ റെഡി ടു ഈറ്റ് ഫുഡുകൾ ഇവിടുത്തെ ആളുകൾ കൂടുതലും അങ്ങനത്തെ ഫുഡുകളാണ് വാങ്ങിക്കണത്. ഇങ്ങനെ ഇത് പാക്ക്ഡ് വാങ്ങി വീട്ടിൽ പോയിട്ട് അധികം ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ പാചകം ചെയ്യണ രീതി, അതാണ് ഇവിടെ കൂടുതലും ആളുകൾ ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് ബില്ലിംഗ് സെക്ഷൻ. ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ ബില്ലിംഗ് സെക്ഷൻ. അങ്ങനെ നമ്മൾ കുറച്ച് ഐറ്റംസുകളൊക്കെ വാങ്ങി അങ്ങനെ നമ്മൾ ബില്ലൊക്കെ പേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ആളുകൾ എനിക്ക് ഏറ്റവും കൂടുതൽ വാങ്ങിക്കണത് ടിഷ്യൂ പേപ്പറുകളാണ് കേട്ടോ ഇവിടെ വന്നിട്ട് വാങ്ങിക്കുക. കാരണം വെച്ചാൽ അതൊക്കെ ഇവർക്ക് നമുക്ക് അറിയാലോ, അമേരിക്കൻസ് കൂടുതലും ടോയ്ലറ്റിൽ പോലും ഇവർ ടിഷ്യൂ ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ അതൊക്കെ വലിയ ക്വാണ്ടിറ്റിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അവർ ഇവിടെ നിന്ന് തന്നെ വാങ്ങിക്കും. അപ്പോൾ നല്ല ഹോൾസെയിൽ റേറ്റിലൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവർ കൂടുതലും ഞാൻ അവിടെ കണ്ടത് ഈ ടിഷ്യൂ പേപ്പർ അതുപോലെ മിനറൽ വാട്ടർ അതൊക്കെയാണ് ഇവർ കൂടുതലും ഈ ആളുകൾ വന്നിട്ട് വാങ്ങിക്കണം. അതാണ്. പിന്നെ കൂടുതൽ സാധനങ്ങൾ വേണ്ടവർ റെസ്റ്റോറൻറ്റിലേക്കുള്ളവരും വന്ന് വാങ്ങിക്കണം, നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഇതാണ് കോസ്കോ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് ഞാൻ നേരത്തെ കാണിച്ചില്ലല്ലോ.
അപ്പോൾ അതേ നമ്മളങ്ങനെ എല്ലാ പർച്ചേസിങ്ങും കഴിഞ്ഞു, അവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ നമ്മൾ നേരെ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അതേ നമ്മൾ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് വേഗം തന്നെ പോകാം. ഇപ്പോൾ തന്നെ സമയം ഏകദേശം ഒരു 8-8:30 ആയിട്ടുണ്ട് കേട്ടോ. പക്ഷേ എങ്കിൽ ഇവിടെ പിന്നെ ഒരുപാട് ലേറ്റായിട്ടല്ലേ ഇരുട്ടണത്, അതുകൊണ്ടാട്ടോ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാത്തത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വന്ന പോലെ തന്നെ നമ്മൾ ഇനിയുള്ള വീഡിയോകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ യാത്രകളൊക്കെ തന്നെയായിരിക്കും കേട്ടോ. അല്ലാതെ മുമ്പ് ഞാൻ നാട്ടിൽ വെച്ചെടുത്ത പോലുള്ള വീഡിയോകളൊന്നും എന്തായാലും ഇവിടെ വന്നെടുക്കലൊന്നും നടക്കൂല. പിന്നെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് പതുക്കെയൊക്കെ കൊണ്ടുവരാം. പിന്നെ കൂടുതലും ആളുകൾ കാണാൻ ആഗ്രഹിക്കുന്നത് ഇവിടുത്തെ നാടും ഇവിടുത്തെ കാഴ്ചകളൊക്കെയാണല്ലോ. അതുകൊണ്ടാട്ടോ ഞാനും ഇതൊക്കെ വീഡിയോയിൽ പകർത്തണം. പിന്നെ നിങ്ങൾക്ക് ഹോം ടൂർ കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോ ഇടാം. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളെന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളെപ്പോലെ തന്നെ ഇവിടുത്തെ ആദ്യമായിട്ട് വന്ന ആളല്ലേ. അപ്പോൾ ഇവിടുത്തെ എന്താ പറയുക, ഒന്നും എനിക്കറിയില്ല കേട്ടോ, ഇവിടുത്തെ സ്ഥലങ്ങളും കാര്യങ്ങളും. അപ്പോൾ ഈ അവധി കിട്ടുന്ന ദിവസങ്ങളിൽ നമ്മളിങ്ങനെ ഓരോ സ്ഥലങ്ങളിലൊക്കെ പോകും, കാഴ്ചകൾ കാണും, അതൊക്കെ വീഡിയോയിൽ പകർത്തും. അതൊക്കെ ആട്ടോ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യണത്. അപ്പോൾ ഇനിയുള്ള വീഡിയോകൾ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി വീഡിയോകളൊക്കെയാണ്, ഓരോരോ സ്ഥലങ്ങളും കാഴ്ചകളും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളെല്ലാവരും കാത്തിരിക്കുക. അപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ ഞാനും ആദ്യമായിട്ടാണ് ഈ കാഴ്ചകളൊക്കെ കാണുന്നത്. ആ ഒരു ആകാംക്ഷയും എല്ലാം എനിക്കും ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി കാഴ്ചകളൊക്കെയാണ് ഈ സ്ഥലങ്ങളെല്ലാം. ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ന്യൂജേഴ്സി എത്രത്തോളം ഭംഗിയുണ്ട്. നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. എന്താ പറയുക, നമ്മുടെ കേരളം പോലെയൊക്കെ തന്നെ നല്ല അടിപൊളി പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് നമ്മുടെ ഈ ന്യൂജേഴ്സി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ അതേ നമ്മൾ വർത്തമാനം പറഞ്ഞ് നിന്ന് സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ. അതേ അപ്പാർട്ട്മെൻറ്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ അപ്പാർട്ട്മെൻറ്റിൽ ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് കാണിച്ച പോലെ തന്നെ പൂള്, അതുപോലെ പാർക്കുകൾ. അപ്പോൾ അതൊക്കെ ഞാൻ ഇനിയും പിന്നെ ഒരു വീഡിയോയിൽ വിശദമായിട്ടൊക്കെ കാണിക്കാം കേട്ടോ. ഇന്നിപ്പോൾ ജസ്റ്റ് ഞാൻ ആ ഓഫീസ് റൂമിൽ പോയപ്പോൾ അങ്ങനെ കാണിച്ചതാണ്. അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്.